6 നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ക്ലെവർ കാർല എന്നുള്ള ഈ ഒരു ചാപ്റ്റർ. എടാ, നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ആൻഡ് ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറി എൻട്രി. ക്ലെവർ കാർലയുടെ ഡയറി എൻട്രി എഴുതാൻ നമ്മളോട് ചോദിക്കാറുണ്ട്. അതെങ്ങനെയാണ് എഴുതാന്ന് നമുക്ക് നോക്കിയാലോ? എല്ലാരും റെഡി ആണോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ആദ്യം പോവാം അല്ലെ. Carla noted the incidents in her diary, how her father was cheated and how she revenged the merchant, etc. Write like diary entry of Carla. അപ്പൊ കാർലയുടെ അച്ഛൻ എങ്ങനെയാണ് ചതിക്കപ്പെട്ടത് ആൻഡ് അതിന് എങ്ങനെയാണ് നമ്മുടെ മെർച്ചന്റിനോട് കാർല പകരം വീട്ടുന്നത്, ഇതിനെയൊക്കെ പറ്റിയിട്ട് കാർല ഒരു ഡയറി എൻട്രി എഴുതാണ്. സോ എങ്ങനെയായിരിക്കും ആ ഒരു ഡയറി എൻട്രി ഉണ്ടാവാന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഓക്കെ, അപ്പൊ ആ ഒരു ഡയറി എൻട്രി എഴുതുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ? ആ ഒരു ഡയറിയുടെ ഫോമാറ്റ്. ഇനിയിപ്പോ കാർലയുടെ ആയാലും ഫാദറുടെ ആയാലും മെർച്ചന്റിന്റെ ആയാലും ആരുടെ ഡയറി ചോദിച്ചാലും നമ്മൾ അതിന് യൂസ് ചെയ്യേണ്ട ഒരു ഫോമാറ്റ് ഉണ്ട് അല്ലെ, ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ഫോമാറ്റ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഡേറ്റ് അല്ലെങ്കിൽ ഡേ എഴുതണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ എത്രയാണ് ഡേറ്റ്? ഇന്നത്തെ ഡേറ്റ് മിസ് പറയുന്നില്ല. എന്തായാലും ഇപ്പൊ ഒരു 29 ഡിസംബർ അതുപോലെ 2024 എന്ന് മിസ് എഴുതി. സോ ഇതുപോലെ നിങ്ങൾ എന്ത് എഴുതണം? ഡേറ്റും മന്തും അതുപോലെ ഇയറും നിങ്ങൾക്ക് എഴുതാം. ആൻഡ് ഇതിന്റെ കൂടെ എന്ത് എഴുതണോടാ? ഇപ്പൊ തേഴ്സ്ഡേ ആണെങ്കിൽ തേഴ്സ്ഡേ, അല്ലെങ്കിൽ ഫ്രൈഡേ ആണെങ്കിൽ ഫ്രൈഡേ, ആ ഡേ കൂടി എഴുതാൻ ശ്രമിക്കാം കേട്ടോ. ഇനിയിപ്പോ ഇയറും മന്തും എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ ആ ഒരു ഡേറ്റും ഡേയും എന്തായാലും എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ആൻഡ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണോ അല്ലെ, എന്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഡേ അടിപൊളിയാണെങ്കിൽ ടുഡേ ഈസ് ഗ്രേറ്റ് ഡേ എന്നൊക്കെ നമുക്ക് എഴുതാം. ആൻഡ് ഇന്നത്തെ ഒരു ഡേ ഭയങ്കര സാഡ് ആണ്, സങ്കടം പിടിച്ച ഡേ ആണെങ്കിൽ ടുഡേ വാസ് എ വെരി സാഡ് ഡേ എന്ന് എഴുതാം. ഇനി ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുള്ള ഒരു ദിവസമാണെങ്കിലോ ടുഡേ വാസ് എൻ ഇവന്റ്ഫുൾ ഡേ എന്ന് എഴുതാം. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അന്നത്തെ ദിവസത്തിന് എന്ത് പ്രത്യേകതയായിരുന്നു ഉണ്ടായിരുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻട്രൊഡക്ഷൻ കൊടുക്കുക കേട്ടോ. അപ്പൊ ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ, സാഡ് ഡേ, ഹാപ്പി ഡേ, ഇവന്റ്ഫുൾ ഡേ, ഇതിൽ ഏതാണോ മാച്ച് ആയിട്ടുള്ളത് അത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ കാർലയാണ് എന്ത് എഴുതുന്നത്? ഡയറി എഴുതുന്നത് അല്ലെ. ഇപ്പൊ കാർലയോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോലെ എഴുതാം. അതുപോലെ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആശ്ചര്യ ചിഹ്നങ്ങൾ അല്ലെ, പല പല ഇമോഷൻസ് കാണിക്കാൻ, അത്ഭുതപ്പെടുന്നതും ഷോക്ക് ആവുന്നതും ഒക്കെ കാണിക്കാൻ നമുക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതാണ് ബോഡി പാരഗ്രാഫ്. ബോഡി പാരഗ്രാഫിൽ നമ്മൾ മെയിൻ ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ, മെയിൻ ഇവന്റ്സ് ഹാപ്പൻ ദാറ്റ് ഡേ, ആ ഒരു ദിവസം നടന്നിട്ടുള്ള മെയിൻ കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ഗിവൻ ഇൻ ക്വസ്റ്റ്യൻസ്, ഇമോഷൻസ് ആൻഡ് തോട്ട്സ് അല്ലെ. അപ്പൊ ചിന്തകളായിട്ടും നമ്മുടെ ഇമോഷൻസ് ആയിട്ടൊക്കെയാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഡയറി എഴുതുമ്പോൾ ഒരിക്കലും രാവിലെ തൊട്ട് രാത്രി വരെയുള്ള, രാവിലെ പല്ല് തേച്ചു, ചായ കുടിച്ചു, ബാത്റൂമിൽ പോയി, അതുപോലെ സ്കൂളിൽ പോയി, ഈ ഒരു കാര്യങ്ങളെല്ലാം എഴുതേണ്ടത് എന്താണോ ആ ഒരു ദിവസം നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, എന്ത് ഇമ്പോർട്ടന്റ് കാര്യമാണോ അന്ന് നടന്നിട്ടുള്ളത്, അതാണ് നമ്മൾ ഡയറിയിൽ എഴുതേണ്ടത്. ആൻഡ് കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് വിത്ത് എ കമന്റ് അബൌട്ട് ദ ഡേ അല്ലെ. ഇന്നത്തെ ഡേ എങ്ങനെയായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ബെഡ് അല്ലെ, ഞാൻ ഉറങ്ങാൻ പോവാണ്. അല്ലെങ്കിൽ ഹോപ്പ് ഫോർ ടുമോറോ, നാളത്തെ ഒരു പ്രതീക്ഷയും പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡയറി എൻട്രി കൺക്ലൂഡ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പോയാലോ? നമ്മൾ ഡേറ്റ് എഴുതിയില്ലേ, 19 ട്യൂസ്ഡേ ഡിസംബർ എന്ന് എഴുതി. ടുഡേ വാസ് എ ഡേ ഫുൾ ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. ഒരുപാട് ട്വിസ്റ്റുകളും ടേൺസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. പാപ്പ went to the market with his grains, hoping for a good day. But oh, a tricky merchant fooled him into selling the wagon and the horse too. അച്ഛൻ ഇന്ന് മാർക്കറ്റിലേക്ക് പോവാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് ധാന്യങ്ങളും പച്ചക്കറികളും ഒക്കെ വിൽക്കാൻ മാർക്കറ്റിലേക്ക് പോയി. നല്ല പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹം പോയത്. ഇന്നൊരു നല്ല ദിവസമായിരിക്കും, എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങി ഒരുപാട് പൈസ അയച്ച് വീട്ടിൽ തിരിച്ചു വരാന്ന് വിചാരിച്ചാണ് എന്റെ അച്ഛൻ പോയത്. But oh, a tricky merchant fooled him into selling the wagon and horses too. പക്ഷേ ഒരു ട്രിക്കി ആയിട്ടുള്ള, വളരെ കൗശലക്കാരനായിട്ടുള്ള ഒരു merchant അല്ലെ, ഒരു കച്ചവടക്കാരൻ വന്നിട്ട് എന്റെ അച്ഛനെ പറ്റിക്കാണ്. അദ്ദേഹത്തിന്റെ വാഗനും അതുപോലെ തന്നെ ഹോഴ്സിനെയും, കുതിരേനെയും വണ്ടിയും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തു? പറ്റിച്ച് വാങ്ങിയെടുത്തു. It made me so upset to see Papa treated unfairly. അച്ഛനെ ഇങ്ങനെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി അല്ലേ. കാർലയ്ക്ക് വിഷമാവൂലേ? I had to do something.
എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. സോ ഐ കെയിം അപ്പ് വിത്ത് എ പ്ലാൻ. അതുകൊണ്ട് ഞാനൊരു പ്ലാനുമായിട്ട് വന്നു. ഐ ഡിസൈഡഡ് ടു സെൽ അവർ ബെസ്റ്റ് വാട്ടർമെലൺസ് ടു ടീച്ച് ദാറ്റ് ഡിസോണസ്റ്റ് മെർച്ചന്റ് എ ലെസൺ ആൻഡ് ഇറ്റ് വർക്ക്. ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു തീരുമാനം എടുത്തു. എന്റെ അച്ഛനെ പറ്റിച്ച ആ ഒരു മെർച്ചന്റിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ നല്ല റിവെഞ്ച് കൊടുക്കും, നല്ല പ്രതികാരം അദ്ദേഹത്തിനോട് ഞാൻ ചെയ്യുമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ കൃഷി ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാട്ടർമെലൺസ് ഞാൻ ശേഖരിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? ആ ഒരു ഡിസോണസ്റ്റ് ആയിട്ടുള്ള, ഡിസോണസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധനല്ലാത്ത കേട്ടോ. ഓക്കെ, സത്യസന്ധനല്ലാത്ത ആ ഒരു മെർച്ചന്റിനെ ഒരു പാഠം പഠിപ്പിക്കണം. അപ്പൊ അത് വളരെ ബുദ്ധിപൂർവ്വം ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ തന്നെ നടക്കുകയും ചെയ്തു അല്ലെ. ആൻഡ് വെൻ ദ സെയിം മെർച്ചന്റ് ട്രൈഡ് ടു ബൈ മൈ വാട്ടർമെലൺസ് ഐ മേഡ് ഹിം അഗ്രി ടു ഗിവ് മീ എവറിത്തിങ് ഇൻ ഹിസ് ഹാൻഡ്. അപ്പൊ എന്റെ അച്ഛനെ പറ്റിച്ച അതേ മെർച്ചന്റ് തന്നെ എന്നോട് വാട്ടർമെലൺ വാങ്ങാൻ വരികയാണ്. സോ അദ്ദേഹത്തിനോട് കയ്യിലുള്ള എല്ലാം എനിക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഗിവ് മീ എവറിത്തിങ് ഇൻ ഹിസ് ഹാൻഡ് എന്ന് പറഞ്ഞു. ഹി തോട്ട് ഹി വാസ് സ്മാർട്ട് ഓഫറിംഗ് ഓൺലി 3 coins but I caught him. പക്ഷെ അദ്ദേഹം ഭയങ്കര ബുദ്ധിപൂർവ്വം അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ 3 coins ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കിയതാ. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അപ്പുറം ചാടിക്കടന്നു അല്ലെ. ഐ ഈവൻ ആസ്ക് ഫോർ ദിസ് 3 rings. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 3 സ്വർണ്ണ മോതിരം കൂടി വേണമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. Seeing him shock was priceless, but he remembered Papa's teaching about honesty. അദ്ദേഹത്തിനെ ഷോക്കായി ചന്തം വിട്ട പോലെ കാണുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര സന്തോഷമായി. പക്ഷേ എന്റെ അച്ഛൻ എന്നെ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? സത്യസന്ധത അല്ലെ, ഓണസ്റ്റി എന്നുള്ള ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യം ഞാൻ ഓർത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ റിങ്സ് ഞാൻ വെച്ചില്ല. ഞാൻ എന്ത് ചെയ്തുടാ? ആ ഒരു മെർച്ചന്റിന് തിരിച്ചു കൊടുത്തു. ഇൻസ്റ്റെഡ് ഐ ഗേവ് ദം ബാക്ക് ഷോയിങ് ഹിം ദാറ്റ് കൈൻഡ്നസ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ റിവെഞ്ച് അല്ലെ. അപ്പൊ അതിന് പകരം ഞാൻ അത് എടുത്തു വെക്കുന്നതിന് പകരം ഞാൻ അത് തിരിച്ചു നൽകാണ്. എന്നിട്ട് എനിക്ക് എന്ത് മനസ്സിലായി? കൈൻഡ്നസ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ റിവെഞ്ച്. പ്രതികാരത്തെക്കാളും ഏറ്റവും മൂല്യമുള്ളത് എന്തിനാണ്? ദയയ്ക്കും സത്യസന്ധതയ്ക്കുമാണ് എന്ന് ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. സോ ഇങ്ങനെ ഒരു ഡയറി എൻട്രി വന്നാൽ എന്റെ മക്കൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സോ ക്ലെവർ കാർലയുടെ ഡയറി എൻട്രി നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ എജ്യൂപോർട്ടിന്റെ ഇതിൽ ഒരുപാട് നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് വീഡിയോസും ലൈവ്സും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. സോ അതിന് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ നോട്ടിഫിക്കേഷൻ കൂടി അടിച്ചു വെക്കാം. ആൻഡ് താഴെ നിങ്ങൾ കമന്റ് ഇട്ടോ. മിസ്സിന്റെ ഫേവറേറ്റ് ഹാർട്സ് ആയിട്ടുള്ള യെല്ലോ ഹാർട്സ് കൂടി കമന്റ് ഇടാം. ആൻഡ് അതിന് മിസ് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ.